രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞങ്ങൾ വാക്കുകളിൽ മിതത്വം ഉണ്ടാവും. ഞങ്ങൾ വാക്കുകളിൽ എന്താ പറയുക, മാന്യത ഉണ്ടാവും, വാക്കിന് വിലയുണ്ടാവും, അന്തസ്സുണ്ടാവും. ശിഹാബ് തങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നു പോകുന്ന ആ രീതിയുണ്ട്. രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പി കെ ബഷീറൊക്കെ നന്നാക്കി പറയുന്ന ആളാണ്. പക്ഷെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അപഹസിക്കലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല. അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. ഞാൻ ഇപ്പോൾ സംസാരിച്ചിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു. പത്രക്കാരോട് ഇങ്ങനെ തങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു. ഈ പാലക്കാട് വിജയമൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. നേരത്തെ പറഞ്ഞിരുന്ന സമാനമായ ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. SDPI അതുപോലെ തന്നെ തോൽക്കുമ്പോൾ പറയുന്നതാണ്. അത് സ്ഥിരമായി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മറുപടി തോൽക്കുമ്പോൾ പറയാനുള്ളതാണ്. ഒന്നുകിൽ BJP ആയിട്ട് കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് കൂട്ടുകെട്ട്, അല്ലെങ്കിൽ SDP ആയിട്ട് കൂട്ടുകെട്ട്. ഇതിനൊക്കെ കൂട്ടി നടന്നവരുമാണ് ഈ പറയുന്നത്. ഈ സമസ്തയിലുള്ളവർക്കുള്ള ഒരു പ്രധാന പരാതികൾ തുടർച്ചയായിട്ട് PMA സലാം സാഹിബ് ഈ സമസ്തയിൽ പലരെയും വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഒരു ബഹുമാനത്തിൽ പെരുമാറുന്നു എന്നൊരു സാധനം. ഇല്ല, അത് അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കും. അങ്ങനെ അതൊന്നും അപഹസിക്കാനൊന്നും വിമർശിക്കേണ്ടി വരും, അത് വേറെ കാര്യം. അപഹസിക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.